ശ്രീമതി സി കെ ആശ. സർ, കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലം പരിഗണിക്കുമ്പോൾ വൈക്കം നിയോജക മണ്ഡലത്തിലെ വെള്ളൂരിൽ HNൽ നിന്നും ഏറ്റെടുത്ത സ്ഥലം കൂടി പരിഗണിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായാണ് സാർ ഈ സബ്മിഷൻ. സാർ, എയിംസ് കേരളത്തിന് അനുവദിച്ചു തരിക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്രത്തോടുള്ള ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കോഴിക്കോട് കിനാനല്ലൂരിൽ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തുവെങ്കിലും നാളിതുവരെ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് അനുവദിക്കപ്പെട്ടിട്ടില്ല. സാർ, ഈ സാഹചര്യത്തിൽ എയിംസ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് അയക്കുമ്പോൾ വൈക്കം നിയോജക മണ്ഡലത്തിൽ വെള്ളൂർ പഞ്ചായത്തിൽ HNൽ നിന്ന് കിൻഫ്ര വഴി സർക്കാർ ഏറ്റെടുത്ത 700 ഏക്കർ വ്യവസായ വകുപ്പിൻ്റെ KPPLും റബ്ബർ പാർക്കിനും ആവശ്യമുള്ള സ്ഥലം കഴിഞ്ഞ് എയിംസിന് ആവശ്യമുള്ള സ്ഥലം വ്യവസായ വകുപ്പിൻ്റെ സാങ്കേതികത്വം മറികടന്ന് അനുവദിക്കാവുന്നതാണ്. സാർ, ഈ സ്ഥലത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് എന്നുള്ളതാണ്. അനായാസമായി എല്ലാ ജില്ലയിൽ നിന്നുള്ളവർക്കും ഇവിടെ എത്തിച്ചേരുന്നതിന് സാധിക്കും. ഇതുമൂലം സാധ്യമാണ്. മാത്രമല്ല സാർ, 35-40 കിലോമീറ്റർ ചുറ്റളവിൽ സീപോർട്ടും എയർപോർട്ട് എന്നിവയും 1 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷനും നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടിൻ്റെ സാന്നിധ്യവും കുടിവെള്ളത്തിനും ഇലക്ട്രിസിറ്റിക്കുമായി HNൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും സബ്സ്റ്റേഷനും എല്ലാം ഈ സ്ഥലത്ത് നിലവിലുണ്ട്. സർവോപരി ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ എയിംസിന് ആവശ്യമുള്ള ഭൂമി ഇവിടെ ലഭ്യമാണെന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് എയിംസിന് വേണ്ടി സ്ഥലം ലിസ്റ്റ് ചെയ്യുമ്പോൾ വൈക്കം വെള്ളൂരിലെ ഈ സ്ഥലം കൂടി പരിഗണിച്ചുകൊണ്ട് കേരളത്തിന് ഏറ്റവും വലിയ ജനകീയ ആവശ്യമായ എയിംസ് കേരളത്തിന് ലഭിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന് ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു. സാർ, കേരളത്തിന് ഒരു എയിംസ് വേണം എന്നുള്ളത് ഒരു പതിറ്റാണ്ടിലേറെയായി കേരളം കേന്ദ്രത്തോട് ഉന്നയിക്കുന്ന ആവശ്യമാണ് സാർ. എത്രയോ വർഷങ്ങളായി ഈ കാര്യം നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പല സ്ഥലങ്ങൾ കേരളം പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു സ്പെസിഫിക് സ്ഥലം കാണിക്കണം എന്ന് പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനിയായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലം 150 ഏക്കർ വ്യവസായ വകുപ്പിൻ്റേതും പിന്നെ 50 ഏക്കർ നമ്മൾ അക്വയർ ചെയ്യുന്നതുമായി അതിൻ്റെ നടപടികളൊക്കെ ഏകദേശം സാർ പൂർത്തീകരിച്ചു. അതിന് അടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളൊക്കെ അതും പൂർത്തിയാക്കിയിട്ടുണ്ട് സാർ. പല പ്രാവശ്യം കേന്ദ്ര ആരോഗ്യ മന്ത്രിമാരെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ഒരു കത്ത് കിട്ടിയത് നിങ്ങളുടെ ഈ ഒരു പ്രപ്പോസൽ അത് പരിഗണിക്കുന്നുണ്ട്, ഇതുമായിട്ട് മറ്റ് എതിർപ്പുകളൊന്നുമില്ല, ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറുന്നു എന്നുള്ളതാണ്. അടുത്ത തവണ എയിംസ് ഇത് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തെ പരിഗണിക്കും എന്നുള്ളതാണ്. പക്ഷേ സാർ, ഇത് കുറച്ച് നാളായിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് പെൻഡിങ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് കോഴിക്കോട് കിനാലൂരാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കേരളം അത് പ്രതീക്ഷിക്കുക. കേട്ടില്ല സാർ. ഓക്കെ, ഈ വെള്ളൂര് നമ്മൾ HNൽ നിന്ന് ഏറ്റെടുത്ത സ്ഥലം സാർ, അത് KPPL എന്ന പുതിയ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. കേരള റബ്ബർ കമ്പനി പുതുതായിട്ട് സ്ഥലം അനുവദിച്ചിട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. KPPLൻ്റെ അടുത്ത ഘട്ടം അതിൻ്റെ പ്രപ്പോസൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളൂര് നിലവിൽ സ്ഥലമൊന്നും ലഭ്യമല്ല എന്ന കാര്യം കൂടി ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മനസ്സിലായില്ലേ?